الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن نبينا محمدًا عبده ورسوله صفيه وخليله، تركنا على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك، اللهم صل وسلم وبارك على عبدك ورسولك نبينا محمد وعلى آله وأهل بيته وأصحابه وسلم تسليما كثيرا. فيا أيها الإخوة المؤمنون اتقوا الله، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. إن أريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. എൻ്റെ ഏറ്റവും പിരിശത്തരെ സഹോദരന്മാരെ, സഹോദരിമാരെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പ്രപഞ്ചത്തിൻ്റെ നാഥനായിട്ടിക്കരെ, നിയന്താവായിട്ടിക്കരെ അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആലയുടെ ഓരോ വിധിവിലക്കുകൾ, അവൻ്റെ ഓരോ ആജ്ഞാനിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും രഹസ്യമായിട്ടും പരസ്യമായിട്ടും അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വാബോധമുള്ളവരായി ജീവിക്കണുണ്ട്. നന്നോടും അതേപോലെ നിങ്ങളെല്ലാവരോടും ആദ്യമായി ഉണർത്തരെ വസിയത്ത് ചെയ്യണം. സഹോദരന്മാരെ, സഹോദരിമാരെ, കഴിഞ്ഞ ഖുത്ബയിൽ നാം ഈ മുഹറം മാസവുമായി ബന്ധപ്പെട്ടു, അതേപോലെ തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലെ ആശയ ആദർശത്തിൽ നിന്നിട്ട് വ്യതിചലിച്ചു പോയ ഷിയായിസത്തെ സംബന്ധിച്ചുമെല്ലാം കുറേ കാര്യങ്ങൾ നാം മനസ്സിലാക്കിയ ഉണ്ട്. നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഇസ്ലാമിൽ നിന്ന്, അഹ്ലുസുന്ന വൽ ജമാഅത്തിൽ നിന്ന് തെറുതപ്പിപ്പോയ മറ്റൊരു ആശയം, മറ്റൊരു ചിന്താധാര, അതായിട്ടിക്കൊരു സൂഫിസം, സൂഫിസവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഉണ്ട് ചില കാര്യങ്ങൾ
നമുക്ക് മനസ്സിലാക്കണമുള്ളത്. ഈ സൂഫീസത്തുക്ക്, അവരുടെ പ്രവർത്തനങ്ങൾക്ക്, അവരുടെ ചിന്താധാരക്ക് പ്രചോദനമായത് എന്തായിട്ടിക്കർ, അതിന് പിറകിൽ ആരാണിക്കരുത് തുടങ്ങിയ ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കണം. നമുക്ക് പിഴയുണ്ട്, ഈ മാസവുമായി ബന്ധപ്പെട്ട് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രവുമായിട്ടാണ് ഈ മാസത്തേക്ക് ഒരു ബന്ധമുള്ളത് എന്നത് നമുക്കൊക്കെ പിടിയുള്ള കാര്യമാണ്. മൂസാ നബി അലൈഹിസ്സലാമിനെയും മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ഖൗമ് ബനു ഇസ്രായേലിനെയും അല്ലാഹു തആല ഫിർഔനിൽ നിന്നും അവൻ്റെ പട്ടാളത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത് ഇതുപോലത്തെ ഒരു മാസത്തിലായിട്ടിക്കറി എന്നത് നമുക്കൊക്കെ പിടിയുള്ള കാര്യമാണ്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്ര സംഭവം പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കാണാം. മൂസ ഫിർഔനുമായുള്ള സംഭവം, മൂസ ഖിദ്റുമായുള്ള സംഭവം, മൂസ ഖാറൂനുമായുള്ള സംഭവം, മൂസ സാമിരിയുമായുള്ള സംഭവം. ഇത് പരിശുദ്ധ ഖുർആനിൽ അവിടെ എവിടെയായി നമുക്ക് കാണാൻ സാധിക്കും. സാമിരിയുമായി ബന്ധപ്പെട്ട ചില ചരിത്ര സംഭവങ്ങളാണ് നമുക്ക് ആദ്യമായി മനസ്സിലാക്കണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രത്യേകമായ മേൽനോട്ടത്തിലായി മഹാനായ മൂസ നബി അലൈഹിസ്സലാമിനെ വളർത്തിയത് നമുക്കൊക്കെ അറിയാം. ഫിർഔൻ ബനു ഇസ്രായേലിലെ അവരിൽ ജനിക്കരെ ആണുമക്കളെ കൊല്ലുണക്ക് വേണ്ടി ആദേശം കൊടുത്ത, ഓർഡറാക്കിയ ആ സന്ദർഭത്തിൽ മൂസ നബിയുടെ ഉമ്മ മൂസ നബിയെ ഒരു പെട്ടിലാക്കിയിട്ട് നൈൽ നദിയിലേക്ക് ഇടുന്നതും അത് ഫിർഔനിനെ കൊട്ടാരത്തിലേക്ക് എത്തുന്നതും, അങ്ങനെ ഫിർഔൻ വളർത്തിക്കൊണ്ടുവന്നതും, അങ്ങനെ ഫിർഔൻ വളർത്തിയ ആ മൂസയായിട്ടിക്കർ പിന്നെ അള്ളാഹുവിൻ്റെ ഒരു ശക്തനായ ഒരു നബിയായി, ഒരു റസൂലായി പിന്നീട് മാറുന്നത്. ഇതേപോലെ ചരിത്രത്തിൽ നമുക്ക് കാണുക സാധിക്കും. വേറെ ഒരു മൂസയും കൂടിയുണ്ട്. കലീമുല്ലാഹി മൂസ ബിൻ ഇമ്രാൻ. ഇതേപോലെ ഈ മൂസ നബിയോട് സാദൃശ്യമാവുന്ന വേറെ ഒരു മൂസരെയും നമുക്ക് ഇതിഹാസ പുടത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുക സാധിക്കും. അതാരായിട്ടിക്കർ? മൂസ സാമിരി, മൂസ ബിൻ ലഫർ അസ്-സാമിരി. സാമിരി കബീലക്കാരനായിട്ടിക്കര മൂസയായിട്ടിക്കർ. ആ മൂസയുടെയും സംഭവം ഏകദേശം ഇതുപോലെയായിട്ടിക്കർ. ഇതേ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ പോലെ തന്നെ ആയിട്ടിക്കർ. ചൊന്നെങ്കിൽ ഫിർഔൻ ബനു ഇസ്രായേലിലെ ആൺമക്കളെ കൊല്ലണക്ക് ഉത്തരവിടുന്ന അതേ സമയത്ത് തന്നെയാണ് ഈ സാമിരി എന്ന പേരറിയപ്പെടുന്ന മൂസരെയും ആ മൂസര ഉമ്മയും പ്രസവിച്ചത് എന്ന് നാം മനസ്സിലാക്കണം. ഫിർഔനിൽ നിന്നും ഫിർഔന്റെ പട്ടാളത്തു നിന്നിട്ട് രക്ഷപ്പെടുന്നതിന് വേണ്ടി മൂസ നബിയുടെ ഉമ്മ മൂസരെ നൈൽ നദിയിലാണ് ഇട്ടതെങ്കിൽ, ഒരു പെട്ടിയിലായിട്ട് നൈൽ നദിയിലാണ് ഇട്ടതെങ്കിൽ, ആ ഉമ്മ ചെയ്യരുത് എന്തിനായിട്ട് ചൊന്നെങ്കിൽ തൻ്റെ കുഞ്ഞിനെ ഫിർഔന്റെ പട്ടാളത്ത് കിട്ടണക്ക് തീരാണ്ട് ചൊന്നിട്ട് ഒരു മല, ഒരു പർവ്വതത്തിലേക്ക് പത്തിയിട്ട് ആ പർവ്വതത്തിലെ ഒരു ഗുഹയിൽ പോയിട്ട് പ്രസവിച്ച്, എന്നിട്ട് അയിമ അവിടുന്ന് ആ മകനെ പിന്നെ ശ്രദ്ധിക്കാണ്ട് വേഗം വന്ന് ചരിത്രമാണ്. ഒരുപാട് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ ഇത് കാണാം. പിന്നീട് ആ കുഞ്ഞിനെ വളർത്തുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കായിട്ട് ഇബ്നു കസീർ പോലത്തെ തഫ്സീറുകൾ നമുക്കത് കാണാൻ സാധിക്കും. അത് സാമിരി എന്ന പേരിലാണ് പിന്നീട് അറിയപ്പെടുന്നത്. പരിശുദ്ധ ഖുർആൻ 2-3 സ്ഥലത്ത് ഈ പേര് കാണാം. സാമിരിയുടെ ഈ പേര് സൂറത്തു ത്വാഹയിൽ കാണാം. അങ്ങനെ ആ പർവ്വതത്തിലെ ഒരു ഗുഹയിൽ ജനിച്ച ആ കുഞ്ഞുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുഞ്ഞിനെ പ്രത്യേകമായ നിലക്ക് ജിബ്രീലിനെ ഏൽപ്പിച്ചിട്ട് ആ കുഞ്ഞിനെ വളർത്തറ് ചരിത്രമാണ് ഞാൻ നിങ്ങളായിട്ട് ചൊല്ലുന്നത്. എന്നിട്ട് ജിബ്രീൽ അതൊക്കെ നല്ല പാലും തേനും അല്ലെങ്കിൽ നെയ്യും വേറെ റിപ്പോർട്ടിൽ അങ്ങനെയും കാണാം, അതൊക്കെല്ലാം കൊടുത്ത് അതൊക്കെ വളർത്തി വലുതാക്കി.
പക്ഷേ ഇസ്രായേലിൽപ്പെട്ട ആൾ തന്നെയാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കൗമിൽപ്പെട്ട ആൾ തന്നെയായിട്ട് എന്താ സാമിരി എന്ന പേരറിയപ്പെടുന്ന മൂസയും. അയാൾക്ക് ഹിദായത്ത് ലഭിച്ചില്ല, അയാൾ വിശ്വസിക്കൊണ്ട് തയ്യാറായില്ല. മൂസാ നബിയിലോ മൂസാ നബി അലൈഹി ഇസ്ലാം പരിചയപ്പെടുത്തുന്ന തൗഹീദ്, മൂസാ നബിയുടെ ഇലാഹിലൊന്നും വിശ്വസിക്കൊണ്ടോ തൗഹീദിൽ വിശ്വസിക്കൊണ്ടോ അയാൾ തയ്യാറില്ല. അയാൾ ഒരു കപടനായി മാറ്, അങ്ങനെ കാഫിറായി മാറ്. അയാളായിട്ട് ഒരു പശുവിനെ, കുഞ്ഞിനെ, ഒരു പൈക്കിടാവിനെ ഉണ്ടാക്കിയിട്ട്, ലോഹം കൊണ്ടുണ്ടാക്കിയിട്ട് അത് ഇബാദത്തെടുക്കുന്നതിന് വേണ്ടി ജനങ്ങളെ പ്രേരിപ്പിച്ച സാമിരി ഉണ്ട് ചൊല്ലുന്ന ആള് അയാളായി മാറി. അവസാനം കാഫിറായിട്ട് അയാൾ ചത്തുപോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. ഒരു കവിതയിൽ നമുക്ക് കാണാം, ഒരു കവി അതിന് ഇപ്രകാരം വർണ്ണിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. فموسى الذي رباه جبريل كافر وموسى الذي رباه فرعون مرسل وموسى الذي رباه جبريل كافر എന്നെങ്കിൽ ജിബ്രീൽ വളർത്തിയതായിരിക്കുന്ന മൂസ, അതേ സാമിരി ചൊല്ലുന്ന മൂസ കാഫിറു, അത് കാഫിറായി മാറി. وموسى الذي رباه فرعون, ഫിർഔൻ വളർത്തിയതായിരിക്കുന്ന മൂസ, ഫിർഔന്റെ കൊട്ടാരത്തിൽ വളർന്ന മൂസ മുർസലു, അത് അല്ലാഹുവിന്റെ റസൂലായി മാറി. എന്താണ് ആ സംഭവം? പരിശുദ്ധ ഖുർആനിലെ സൂറത്തു താഹയിലൂടെ നമുക്ക് മനസ്സിലാക്കാം, സൂറത്തുൽ അറാഫിലും കാണാം. മൂസാ നബി അലൈഹിസ്സലാം കടൽ വിട്ട് കടന്ന് കടൽ താട്ടിയിട്ട് പിന്നീട് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് കൽപ്പന വന്ന് മൂസ അതാ തൗറാത്ത് തരണക്ക് പോവരെ സീനാ പർവ്വതത്തിലേക്ക് വരണുണ്ട്. അല്ലാഹു തആല വിളിക്കുക മൂസാ നബിയെ. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം തൗറാത്ത് വാങ്ങുന്നതിന് വേണ്ടി സീനാ പർവ്വതത്തിലേക്ക് പോയ ആ സമയം തക്കം നോക്കി ഈ മനുഷ്യൻ ആരാണ്? ഈ സാമിരിയോട് ചൊല്ലുന്ന ഈ മനുഷ്യൻ. സാമിരിയോട് ചൊന്നെങ്കിൽ ഇസ്രായേലിൽപ്പെട്ട ആളാണ്. മൂസാ നബി അലൈഹിസ്സലാമിലെ കൗമിൽ അയാളുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിന് തൗഹീദൊക്കെ മനസ്സിലാക്കി, തൗഹീദൊക്കെ നല്ലപോലെ പിടിയുള്ള ആളായിരുന്നു. പക്ഷേ മനസ്സുകൊണ്ട് അയാൾ വിശ്വസിക്കൊണ്ട് തയ്യാറായില്ല. ഒരു കപടനായിരുന്നു, ഒരു കാപ്പട്യം നിറഞ്ഞ ഒരു കപട സന്യാസിയായി അദ്ദേഹം മാറി ഈ സാമിരി എന്ന് പറയുന്ന ആൾ. മൂസാ നബി അലൈഹിസ്സലാം തൗറാത്ത് വാങ്ങുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ അടുക്കലേക്ക്, അതായത് സീനാ പർവ്വതത്തിൽ അല്ലാഹു നിശ്ചയിച്ച ആ മീഖാത്തിലേക്ക് മൂസാ നബി അലൈഹിസ്സലാം ചെല്ലുമ്പോ ഈ മനുഷ്യൻ എന്താക്കിയിട്ട് ഈ സാമിരിന്റെ ചൊല്ലുന്ന മനുഷ്യൻ പരിശുദ്ധ ഖുർആനിൽ കാണാം, സൂറത്തു ത്വാഹയിൽ فأخرج لهم عجلا جسدا له خوار فقالوا هذا إلهكم وإله موسى فنسيا. എന്തിനെ? فأخرج لهم عجلا جسدا. അങ്ങനെ ആ മനുഷ്യൻ സാമിരിന്റെ ചൊല്ലുന്ന മനുഷ്യൻ അവർക്കതാ ഒരു പശുക്കിടാവിനെ, ഒരു കറുവിനെ, ലോഹം കൊണ്ടുണ്ടാക്കിയ ഒരു കർവിനെ ഈ മനുഷ്യൻ ഉണ്ടാക്കിറ. ബനു ഇസ്രായേലിൽ നിന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് ആഭരണങ്ങളെല്ലാം, വർണ്ണമൻസുകളെല്ലാം തന്നെ വാങ്ങിയിട്ട് അവനെല്ലാം വാങ്ങിറ. എന്നിട്ട് അവൻ ചൊല്ലുറ, നോക്കുറു ഞാൻ നല്ല ഒരു അള്ളാറെ നിങ്ങൾക്ക് ഉണ്ടാക്കി തണ്ടേ. മൂസാ നബി അള്ളാറെ തേടിക്കൊണ്ട് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. മൂസാ നബി അലൈഹി ഇസ്ലാം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കിയിട്ട് മൂസാ നബിനെയും അതിലൂടെ ആരാധിക്കൊണ്ടു വേണ്ടി ഞാൻ ഇങ്ങനെ പ്രേരിപ്പിക്കട്ടിയെ. ഞാനിതാ എൻ്റെ കൈ കൊണ്ട് നിങ്ങൾന്നൊക്കെ ആഭരണം തരൂ, ഞാൻ അതിലൂടെ ഒരു പശുക്കിടാവരെ നാൻ ഉണ്ടാക്കിര, നിങ്ങൾക്ക് അള്ളാരെ നാൻ ഉണ്ടാക്കിര എന്ന് ചൊന്നിട്ട് അവരുടെ ആഭരണങ്ങളെല്ലാം വാങ്ങിയിട്ട് അങ്ങനെ ലോഹ നിർമ്മിതമായിട്ടിക്കര ഒരു കർവിന്റെ മൂർത്തി, ഒരു സ്റ്റാച്ചു, കാൽഫര ഒരു സ്റ്റാച്ചു ആ മനുഷ്യനുണ്ടാക്കി. ഇത് നിങ്ങളുടെ ദേവറായിട്ടിക്കറ, ഇത് നിങ്ങളുടെ അള്ളാഹുവായിട്ടിക്കറ, നിങ്ങളുടെ ദൈവമായിട്ടിക്കറ. മൂസായുടെയും ഇലാഹിതായിട്ടിക്കറ. ഏത്? ഈ ലോഹം കൊണ്ട് അവൻ ഉണ്ടാക്കിയതായിരിക്കുന്ന ഈ ഒരു പശുക്കിടാവ്. അതൊരു പ്രത്യേകമായ ശബ്ദം വന്ന്, കാരണം ഓണത്തെല്ലാം ടെക്നിക്കലായിട്ടുള്ള ചില അറിവുകളൊക്കെ ഉണ്ടായി. ഇന്ന് കുറെ ടോയ്സുകളൊക്കെ നമുക്ക് കാണുന്നുണ്ടല്ലോ, പല നില ഓടുന്നതല്ലോ, അങ്ങനെ ഉണ്ടാക്കണ വിദഗ്ധന്മാർക്ക് ആവൂ. അപ്പൊ ഈ മനുഷ്യനക്ക് അങ്ങനെയുള്ള കുറെ വൈദ്യങ്ങളൊക്കെ പിടിയുണ്ടായിട്ട് അവിടെ എന്താക്കി
കൊണ്ടുണ്ടാക്കിയ ഈ ലോഹം കൊണ്ടുണ്ടാക്കിയ പിന്നെ ഈ ലോഹം കൊണ്ടുണ്ടാക്കിയ ഈ തടിക്ക് അതിന്റെ ഉള്ളിൽ കാത്തെല്ലാം കടത്തിയിട്ട് അങ്ങനെ പശുവിനെ ഒരു കറുവരെ ഒരു രൂപമെല്ലാം ഉണ്ടാക്കി അങ്ങനെ പിന്നീട് ഒരു ശബ്ദം വന്ന് ഹുവാർ ഖുർആനിൽ കാണാം. ഇങ്ങനെ സാധാരണ പശുക്കൾ കന്നുകാലികൾ ശബ്ദം ഇടുന്ന ഒരു ശബ്ദം ഉണ്ടല്ലോ, ആ ശബ്ദം ഇത് കൊമ്പന്ത്. അതേപോലെ അതിനെ ബാലാട്ടൊണുക്ക് തുടങ്ങിയിട്ട് ആളുകളെല്ലാം തൗഹീദ് മറന്നാറ്. നോക്കണം, മൂസാ നബി അലൈഹി ഇസ്ലാം തൗഹീദ് പഠിപ്പാട്ടിയ ജനത ഒരുപാട് ത്യാഗം സഹിച്ചും കൊണ്ടായിരുന്നു മൂസാ നബി അലൈഹി ഇസ്ലാമുക സമുദായത്തെ തൗഹീദ് പഠിപ്പാട്ടിനായിട്ട് അത്രമാത്രം പ്രയത്നപ്പെടേണ്ടി വന്നിട്ടുണ്ട്. കാരണം അങ്ങ് ഈജിപ്തിലാണല്ലോ ഉണ്ടായിരുന്നത്. ഈജിപ്തിൽ ഗോപൂജ ഉള്ള സ്ഥലമായിരുന്നു, ഗോപൂജ നടന്നിരുന്ന രാജ്യമായിരുന്നു. ഖുർആനിൽ കാണാം, ഗോപുനോടുള്ള മഹബത്ത്, അമിതമായ സ്നേഹം അങ്ങ് കുടിപ്പാട്ടിരങ്ങൾ അത്രമാത്രം അവർക്ക് ഈ ഗോപൂജയോട് താല്പര്യമുണ്ടായിരുന്നുണ്ട്. അതിൽ നല്ല മൂസാ നബി അലൈഹി ഇസ്ലാം അവരെ മാറ്റിയെടുത്തിട്ട് ശുദ്ധമായ തൗഹീദിൽ അവരെ അടിയുറപ്പിച്ച് നിർത്തി. എന്നിട്ട് അങ്ങക്ക് തൗറാത്ത് ശരീഅത്ത് പഠിപ്പാട്ടുണക്ക് വേണ്ടി തൗറാത്ത് വാങ്ങുണക്ക് പോവുക. ആ സമയം നോക്കിയിട്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുപസ്ഥിതി, അസാന്നിധ്യം നോക്കിയിട്ടായിട്ട് ഈ ദുഷ്ടനായിരിക്കുന്ന ഈ മനുഷ്യൻ ഇങ്ങനെ അവരെ തൗഹീദിൽ നിന്നിട്ട് തെറുതപ്പാട്ടിയത്. ഇത് നിങ്ങളുടെ ദൈവമായിട്ട് മൂസായുടെയും ദൈവം ഇത് തന്നെയാണ്, പക്ഷേ മൂസ മറന്നുപോയതാണ് എന്നിങ്ങനെ പറഞ്ഞും കൊണ്ട് അവരിങ്ങനെ പ്രലോഭിപ്പിച്ച് അങ്ങനെ അതിന് ചുറ്റുമെല്ലാം തന്നെ അവർ ഇബാദത്തെടുക്കണകോ, പൂജിക്കണകോ, ഭജനമിരിക്കണകോ, ഡാൻസ് കളിക്കണകോ എല്ലാം ശുരുവാക്കിയാറ്. ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിനെ ഏൽപ്പിച്ചിട്ടാണ് മൂസ പോയതെന്ന് മനസ്സിലാക്കണം. ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിന് ചെന്നെങ്കിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ മൂത്ത സഹോദരനാണ്. ആ സഹോദരൻ അള്ളാഹുവിനോട് ഒരു സഹായി ആവശ്യപ്പെട്ട് അള്ളാഹു തആല തന്റെ സ്വന്തം സഹോദരൻ മൂസാ നബി അലൈഹി ഇസ്ലാമിന് സഹായത്തിന് കൊടുത്തതായിരുന്നു. ആ സഹോദരനോട് എല്ലാം പറഞ്ഞു, ഇതാ ജനങ്ങളുടെ ഇടയിൽ കുഴപ്പമില്ലാതെ നല്ല പോലെ നോക്കണം എന്നൊക്കെ അവരെ ഹാറൂനെ ഏൽപ്പിച്ചതായിരുന്നു. ആ ഹാറൂൻ ഇവരെ നിരന്തരമായി ഉപദേശിച്ചു. ഹാറൂൻ ഉപദേശിച്ചത് പരിശുദ്ധ ഖുർആനിൽ കാണാം. യാ ഖൗമി ഇന്നമാ ഫുതിൻതും ബിഹി വഇന്ന റബ്ബകുമുർ റഹ്മാനു ഫത്തബിഊനി വഅതിഉ അംരി. എൻ്റെ ജനങ്ങളെ, നിങ്ങൾ ഇവന്റെ പിന്നാലെ കൂടരുത്, നിങ്ങൾ കൂടരുത്. നിങ്ങൾ പരീക്ഷണത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. വഇന്ന റബ്ബകുമുർ റഹ്മാൻ, നിങ്ങളുടെ റബ്ബ് റഹ്മാനായ അല്ലാഹുവായിട്ടിക്കറ. അതുകൊണ്ട് ഇവന്റെ പിന്നാലെ നിങ്ങൾ കൂടരുത്. പക്ഷേ അങ്ങ് കേൾക്കണ തയ്യാറായില്ല. അതാണ് മനസ്സിലാക്കണം. ശിർക്കിലേക്ക് എത്ര പെട്ടെന്ന് ഞങ്ങളെ മനസ്സ് ശിർക്കിലേക്ക് ചാഞ്ഞു പോകരുത് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്നും നമുക്ക് കാണാൻ സാധിക്കും, ശിർക്കിന്റെ പിന്നാലെ ആളുകൾ ഇങ്ങനെ കുത്തൊഴുകുകയാണ് അതിൻ്റെ അടുക്കിലേക്ക്. കാരണം അത്രമാത്രം ശിർക്ക്, ശൈത്താൻ അവരെ ശിർക്കിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിനെ പളക്കത്തുക അങ്ങ് യാതൊരു പരിഗണനയും കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിനെ അങ്ങ് ഭീഷണിപ്പെടുത്തണക്ക് ശുരുവാക്കിയാറ്. എത്രത്തോളം കൊല്ലണക്ക് പോലും അങ്ങ് തയ്യാറായാറ്. ആ നിലക്കെത്തി. ഹാറൂൻ നബി അലൈഹി ഇസ്ലാം നിരന്തരമായി ഞങ്ങൾ ഉപദേശിച്ചിട്ടും യാതൊരു കാര്യവും ഉണ്ടായില്ല. പിന്നീട് മൂസാ നബി അലൈഹി ഇസ്ലാം തൗറാത്തുമായി വന്നു നോക്കുമ്പോൾ എന്തിനാ ഇവിടെ കാണരുത്? ആളുമാർ കുറച്ച് ബുദ്ധിയുള്ള വിവേകമുള്ള ആളുകൾ അതിൽ നിന്നിട്ട് വൈവായിറാറ്. അവർ ആ തൗഹീദിൽ ഉറച്ചു നിന്നിടാറ്. പക്ഷേ അധികം ആളുകളും ഈ സാമിരിയിട്ട് ചൊല്ലുറേ, ഈ ദുഷ്ടനായി ഈ മനുഷ്യനുണ്ടാക്കിയ ആ ലോഹ നിർമ്മിതമായിട്ടിക്കര ആ കറുവരെ ചുറ്റും കൂടിയിട്ട് ഡാൻസ് കളിക്കാറ്, ഭജനമിരിക്കാറ്, ആടുറാറ്, ചാടുറാറ്, തുള്ളുറാറ്, എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നത്. അങ്ങനെ ആ പശുവിനെ ദൈവമായി കണക്കാക്കി അതിനെ പൂജിക്കരുത്. കാണുമ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം കോപിഷ്ഠനായി പോയി. മൂസാ നബി അലൈഹി ഇസ്ലാം കോപിഷ്ഠനായി. ഖുർആനിൽ കാണാം, സൂറത്തുൽ അറാഫിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന തൗറാത്ത് എന്ന പലക പോലും തായോട്ടിട്ട് മൂസാ നബി അലൈഹി ഇസ്ലാം തന്റെ സഹോദരനായിട്ട് ഹാറൂന്റെ തല പിടിച്ച് കുലുക്കി, താടി പിടിച്ച് വലിച്ച്, എന്ത് പണിയാണ് നീ ചെയ്തത്? ഇങ്ങനെ ശിർക്കിലേക്ക് ജനങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് തടയാൻ സാധിച്ചില്ലേ? ഹാറൂനെല്ലാം മൂസയോട് ചൊന്ന്, എൻ്റെ പൊന്നു സഹോദരാ, ഞാനെല്ലാം അങ്ങോട്ട് ചൊന്നേ, പക്ഷെ അങ്ങ് തന്നെ അനുസരിക്കണക്ക് തയ്യാറായില്ല. എത്രത്തോളം ഞാൻ ചൊന്നെങ്കിൽ
മൂസാ നബി വന്നെന്ന് പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്കെതിരെ പൂജിക്കാം. മൂസാ നബിയുടെ അനുവാദം കേട്ടിട്ട് അത്രത്തോളം ഞാൻ ഞങ്ങളട്ടെ ചൊന്നേ, പക്ഷെ അതുപോലും അങ്ങ് അംഗീകരിക്കുന്നത് തയ്യാറായില്ല. മൂസാ നബി അലൈഹി ഇസ്ലാമുക്ക് പിടിയായിട്ട് തൻ്റെ സഹോദരൻ്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല. ആളുമാരെല്ലാം തന്നെ മൂസാ നബിയുടെ ഈ ദേഷ്യം കാണുമ്പോൾ അങ്ങെല്ലാം മടങ്ങിയാറ്, പിന്നെ തൗഹീദിലേക്ക് മടങ്ങിയാറ്, തൗബ ചെയ്ത് മടങ്ങിയാറ്. മൂസാ നബി അലൈഹി ഇസ്ലാമുക്ക് പിന്നെ പിടിയായിട്ട് ഇതിന്റെ പിന്നിലുള്ള ആൾ ആരാണ്? സാമിരിയാണ്. സാമിരിയുടെ ചൊല്ലൊരു ദുഷ്ടൻ. എന്നിട്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കോപം ആ സാമിരിയുടെ ഭാഗത്തേക്ക് തിരിയറ്. സാമിരിയുടെ മൂസാ നബി കേക്കറ, ഫമാ ഖത്ബുക യാ സാമിരി, ഓ സാമിരി, എന്തിനാ നിന്റെ വിഷയം? എന്തിനാ നീ, എന്ത് പണിയാണോ നീ ഇത് ചെയ്തത്? എന്ത് പണിയാണ് നീ ഇവിടെ കാട്ടിക്കൂട്ടിയത്? ആ സമയത്ത് സാമിരി ചൊല്ലപ്പളക്ക പരിശുദ്ധ ഖുർആനിൽ കാണാം, ബസുറുതു ബിമാ ലം യബ്സുറു ബിഹി ഫഖബൽതു ഖബ്ലതൻ മിൻ അസരി റസൂലി ഫനബദ്തുഹാ. സാമിരി ചൊല്ലത് ബസുറുതു ബിമാ ലം യബ്സുറു ബിഹി, ഇങ്ങ കാണാത്ത ചിലതെല്ലെന്നാണ് കണ്ടേ. എന്തിനെ? ഇവരൊന്നും കാണാത്ത, സാധാരണ ജനങ്ങൾ കാണാത്ത ചില തന്ത്രങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കിയ ചൊന്നെങ്കിൽ ഓണിങ്ങനെ ദിവ്യത്വം അവകാശപ്പെടാൻ പോവുകയാണ്. ഞാനൊരു പ്രത്യേകമായ കശ്ഫ് കറാമത്തല്ല ഉള്ള ഒരു ഔലിയാണ് നമ്മുടെ ഭാഷയിൽ, ഇന്നത്തെ ഭാഷയിൽ ചൊന്നെങ്കിൽ ഇങ്ങനെ അവൻ മൂസാ നബിയോട് അവകാശപ്പെടാൻ പോവുകയാണ്. എന്ന് മാത്രമല്ല, മൂസാ നബിയെ മെല്ലെ പാട്ടിലാക്കണമെങ്കിൽ അവൻ ശ്രമിക്കാതിനിടയിൽ മൂസാ നബിയും തന്നെ പാട്ടിലാക്കണം അവൻ ശ്രമിക്കറാ ഇവന്റെ കുതന്ത്രത്തിൽ. പക്ഷെ മൂസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ പ്രവാചകൻ അതിൽ വീണു പോകുന്നില്ല. എന്തിനാ അവൻ ചൊല്ലുന്നത്? ഫഖബൽതു ഖബ്ലതൻ മിൻ അസരി റസൂൽ ഫനബദ്തുഹാ വകദാലിക സവ്വലത് ലി നഫ്സി. അവൻ എന്തിനാ ചൊല്ലുന്നത്? ഫഖബൽതു ഖബ്ലതൻ മിൻ അസരി റസൂൽ. ഓ മഹാനവർകളെ, മൂസാ നബിയുടെ അവൻ ചൊല്ലുന്നത്, ഞാനിത് ഉണ്ടാക്കിയതുണ്ടല്ലേ, ഈ കറുണ്ടാക്കിയത്. നിങ്ങോ നടന്നുകൊണ്ട് പോകുമ്പോ നിങ്ങളെ കാലിലെ ഹെജ്ജ കുറുത്ത്, നിങ്ങളുടെ ആ കാൽപാദമുണ്ടല്ലോ, ആ കാൽപാദത്തിന്റെ അടിയിൽ നിന്നുള്ള ധൂളി മണ്ണെടുത്തിട്ട്, ഒരു പിടി മണ്ണെടുത്തിട്ട് ഞാനിങ്ങനെ ഈ ലോഹം കൊണ്ടുണ്ടാക്കിയ ഈ ബംഗാറ് ഞാനിങ്ങനെ ഇട്ടുകൊടുത്തേ. ലോഹം കൊണ്ടുണ്ടാക്കിയതായിരിക്കുന്ന ഈ ചിഹ്നം ഇതെല്ലാം അമർന്ന് വാങ്ങിയിട്ടുണ്ടാക്കി അതിനാണ് ഇങ്ങനെ ഈ മണ്ണിര ഇട്ടപ്പോ അതെന്തായി മാറി? ഒരു കറുവായിട്ട് മാറി. ചൊന്നെങ്കിൽ അത് നിങ്ങളെ കാലിന്റെ അടിയിലൂടെ നടന്നു പോകുമ്പോണ്ടായ ആ മണ്ണിര മഹിമയായിട്ടിക്കറ്, ആ മണ്ണിര വർക്കത്തായിട്ടിക്കറ്. പിടിയായിട്ടല്ലേ മൂസാ നബിയെ പാട്ടിലാക്കുന്നത് വേണ്ടിയാണ് നമ്മൾ ഈ പളക്കം ചെന്നത്. അങ്ങനെ എൻ്റെ മനസ്സ് അങ്ങനെയൊക്കെ തോന്നി, അങ്ങനെയൊക്കെ എൻ്റെ മനസ്സ് പ്രേരിപ്പിച്ച് അങ്ങനെ ഞാൻ ചെയ്തതാണ്. നക്കങ്ങനെ തോന്നി. നിങ്ങൾ നടന്നുകൊണ്ട് പോകുമ്പോഴുള്ള ആ മണ്ണിന്റെ ബർക്കത്ത് കൊണ്ടാണ് ഇങ്ങനെ ഇത് ഉണ്ടായത്. എന്നൊക്കെ മൂസാ നബി ഇവന്റെ തന്ത്രത്തിൽ വീഴുന്നു വിചാരിച്ചത്. പക്ഷെ മൂസ ശക്തനായ തൗഹീദി പ്രചാരകൻ, മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ശേഷം വന്ന ഏറ്റവും വലിയ ശക്തനായ തൗഹീദിന്റെ പ്രബോധകനായിരുന്നു മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാം. ഒരുപാട് പ്രയാസപ്പെട്ട് അവരെ തൗഹീദിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അവരുടെ ഇടയിൽ ശിർക്ക് പ്രചരിപ്പിച്ച ഈ ദുഷ്ടനെ സംബന്ധിച്ച് മൂസാ നബി അലൈഹി ഇസ്ലാം എന്തിനാ ചൊല്ലുന്നത് നിങ്ങൾ നോക്കോറോ. മൂസാ നബി അലൈഹി ഇസ്ലാം പിന്നീട് ചൊല്ലുന്നത്, ഏ ദുഷ്ടാ ഫദ്ഹബ് ഫഇന്ന ലക ഫിൽ ഹയാതി അൻ തഖൂല ലാ മിസാസ്. ഏ ദുഷ്ടാ, നീ ഇവിടെ നിൽക്കരുത്, നീ ഇവിടുന്ന് പോകറൂ. ഏ വഹയാ, നീ ഇവിടുന്ന് പോകറൂ. ഇവിടെ നീ നമ്മുടെ സമൂഹത്തിൽ നീ നിൽക്കണം. മൂസാ നബി അലൈഹി ഇസ്ലാം അവനെതിരിൽ പ്രാർത്ഥിക്കരുത്, ബദ്ദുആ നടത്തരുത്. കാരണം അവൻ ചെയ്തതായിരിക്കുന്ന ഈ അപരാധം ചെറിയ അപരാധമല്ല. ഒരുപാട് ആളുകളെ തൗഹീദിലിട്ട് അവൻ വ്യതിചലിപ്പിച്ചവനാണ്. മനസ്സിലാക്കണം, ശിർക്കിന്റെ പ്രചാരം നടത്തിയവനാണ്, ശിർക്കിലേക്ക് ജനങ്ങളെ വഴിതെളിയിച്ചവനാണ്. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹി ഇസ്ലാം ഇത്ര കടുത്ത ഭാഷയിൽ ചൊല്ലുന്നത്, ഫദ്ഹബ് ഫഇന്ന ലക ഫിൽ ഹയാതി അൻ തഖൂല ലാ മിസാസ്. നന്നെ തൊട്ടു പോകരുതേ, നന്നെ തൊട്ടു പോകരുതേ എന്ന് നിക്ക് പറയേണ്ട ഗതികേട് നിക്കുണ്ടാകും. ചൊന്നെങ്കിൽ നിക്ക് സമാധാനത്തോടെ ഈ ദുനിയാവിൽ ജീവിക്കുന്നത് നിക്ക് സാധ്യമാവൂല. അത്ര വലിയ അപരാധമാണ്. നീ വിചാരിക്കണ്ട, നിക്കിങ്ങനെ കുറെ കാലം ഇവിടെ കളിച്ചു കൂട്ടാമെന്ന് നീ വിചാരിക്കണ്ട. നിൽക്കും ഒരു അവധി വരണം കൊണ്ടോ നീ ഒരു നാൾ നശിച്ചു പോവുക. നശിച്ചു പോയതിനു ശേഷം പിന്നീട് പരലോകത്തിൽ നിക്ക് ഭയാനകമായ ശിക്ഷ വരണം കൊണ്ടോ. അതുകൊണ്ട്
നീ ഇതാ ഇങ്ങനെ ഒരു പശുവിനെ കിടാവുണ്ടാക്കിയിട്ട് ഒരു കറുണ്ടാക്കിയിട്ട് അതിനെ സുത്തും ആളുമാറെ എല്ലാം തന്നെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഭജനമെല്ലാം ചെയ്ത് ഡാൻസ് എല്ലാം കളിച്ച് അതിന് നീ പൂജയും ഭജനയും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കറുവിനെ ഞാൻ എന്തിനെ ചെയ്യേണ്ടത് നീ നോക്കറോ. നീ വിചാരിക്കണ്ട ഞാൻ പോയാലും എൻ്റെ പിറവിൽ കുറെ ആളുകളുണ്ടാകും ഈ കറുവിന്റെ പേരിൽ വിചാരിക്കണ്ട. കുറെ തലമാറ് കളഞ്ഞതിന്റെ ശേഷം ഞങ്ങൾക്കിതാ ഇങ്ങനെ ഒരു ഹിരിയനിന്ത് അതേ സാമരിയുണ്ട് ചൊല്ലുന്ന ഒരു ഔലിയയിന്ത് അയാൾക്ക് കുറെ കശുവും കറാമത്തെല്ലാം ഇന്ത് അയാൾക്കിതാ ഒരു കറാമത്തായിട്ടുണ്ടായിട്ടിന്ത് ആ കറുവിനെ മുടിയായിട്ടിക്കറ് അതിനെ രോമമായിട്ടിക്കറ് ഈ മുടിരെ ഈ രോമത്തെ നിങ്ങൾ തണ്ണിക്കിട്ട് കുടിച്ചെങ്കിൽ ഇതാ രോഗം ശിഫയാകും എന്നൊക്കെ ചൊല്ലുന്ന ഒരു ജനത ഉണ്ടാവും നീ വിചാരിക്കേണ്ട സാമിരി. ഈ കറുവിനെ ഞാൻ എന്തിനാ ചെയ്യേണ്ടി നീ നോക്കാറോ. ഇതിനെ ഞാൻ കരിച്ചു കളയിരേ. കടലിലേക്ക് ഞാൻ അതിനെ നുച്ചുനൂറാക്കി ചൂറാക്കിയിട്ട് ഞാൻ ഇതാ വലിച്ചെറിയരേ. അതിന് ഒരു അവശിഷ്ടവും ഞാൻ വെക്കൂല. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചരിത്രത്തിൽ കാണാം ഈ മനുഷ്യനുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വിചിത്രമായിട്ടിക്കരെ വളരെ മോശമായ ഒരു രോഗം അല്ലാഹു തആല കൊടുത്തിട്ട് മൂസാ നബി അലൈഹി ഇസ്ലാം ചൊന്ന മാതിരി തന്നെ, അതായത് എന്നെ തൊടരുത്, തൊട്ടാൽ അവനക്ക് രോഗം വല്ലാതെ ഊർജിക്കരെ ഒരു തരത്തിലുള്ള രോഗം അവൻ്റെ ശരീരത്തിൽ ഒരു തരത്തിലുള്ള പുണ്ണുകളെല്ലാം ഉണ്ടായി, ദുർഗന്ധമുണ്ടായി, പൊട്ടി വലിച്ച് അവനിങ്ങനെ പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു അവന്റെ നാവിലൂടെ ലാമിസാസ് ലാമിസാസ്, നന്നെ തൊടരുതേ, ടച്ച് മീ നോട്ട്, നന്നെ തൊടരുതേ, നന്നെ തൊടരുത്, നന്നെ സ്പർശിക്കരുത്, ഒരു അസ്പൃശ്യത അല്ലാഹു തആല അവനക്ക് കൊടുത്തു. അങ്ങനെ അവൻ മനുഷ്യരെ എല്ലാം വിട്ടിട്ട് കാട്ടിൽ മറ്റെവിടെയോ മൃഗങ്ങളുടെ കൂടെ ജീവിച്ച് അവസാനം ഒരു മുഅ്മിനായ മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന സ്ഥാനത്ത് ഈ മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ചാകാൻ ആഗ്രഹ സന്ദർഭത്തിൽ അവസാനത്തെ വാക്ക് എന്തിനേണ്ടി ചെന്നെങ്കിൽ ലാമിസാസ് ലാമിസാസ് ലാമിസാസ്, നന്നെ തൊട്ടുപോകരുതേ, നന്നെ തൊട്ടുപോകരുതേ എന്ന് ചൊന്നുകൊണ്ടായിട്ട് ഈ മനുഷ്യന്റെ അവസാനമുണ്ടായത്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു സമൂഹത്തിൽ ഷിർക്ക് പ്രചരിപ്പിച്ചതായിരിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു തആല ദുനിയാവിൽ കൊടുത്ത ശിക്ഷയായിട്ടിക്കറ്. ഇനി നാം മനസ്സിലാക്കണം എന്താണ് ഈ സംഭവം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഉണ്ട് നമുക്ക് കാണാം, പല പള്ളികളിലും മറ്റുമെല്ലാം തന്നെ കാണാം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യരെ, അല്ലാഹു തആലാക്ക് ദിക്ർ ചെയ്യരേണ്ട ചൊന്നും കൊണ്ട് ഡാൻസ് ഇങ്ങനെ കളിക്കുന്നതും അഞ്ഞ ഓടുന്നതും ചാടുന്നതും അതേപോലെ തന്നെ പല ആക്ഷനിലെല്ലാം തന്നെ ദിക്റെടുക്കുന്നതായിരിക്കുന്ന സമ്പ്രദായം നമുക്കിന്ന് പല പള്ളികളിലും നമുക്ക് കാണാൻ സാധിക്കും. വാട്സപ്പിലൂടെയും മറ്റെല്ലാം നിങ്ങൾ കണ്ടിരിക്കും. ഒരു പ്രത്യേകമായ ദിക്ർ അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ ഒരു ദിക്ർ പഠിപ്പാട്ടിയിട്ടില്ല, സഹാബത്തുക്ക് പരിചയമില്ല, തബഉ താബീങ്ങൾക്ക് പരിചയമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ പഠിപ്പാട്ടുറാറ്. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പഠിപ്പാട്ടുമ്പോൾ അവർക്കതൊക്കെ പ്രത്യേകമായ ആക്ഷൻ ഉണ്ടോ, സ്പ്രിംഗ് ആക്ഷൻ ഉണ്ട്, സ്വിംഗ് ആക്ഷൻ ഉണ്ട്. ഇതെല്ലാം അങ്ങക്കുള്ള ചില ആക്ഷനുകളാണ്. ലാ എന്ന് ചൊല്ലുമ്പോൾ ഇപ്പുറത്തേക്ക് ഇടത് ഭാഗത്തേക്ക് ഒന്ന് ചായും, ഇലാഹാണ് ചെല്ലുമ്പോൾ ഇങ്ങോട്ടൊന്ന് ചായും, ഇല്ലല്ലാഹ് ചെല്ലുമ്പോൾ ഫ്രണ്ടിലേക്ക് ഒന്ന് ചായും, എന്നിട്ട് ഇങ്ങനെ മുട്ടൊന്ന് മടക്കിയിട്ട് ഒരു സ്പ്രിംഗ് ആക്ഷൻ ഉണ്ടാകും, സ്വിംഗ് ആക്ഷൻ ഉണ്ടാകും. സ്വിംഗ് കൊണ്ട് ചെന്നെങ്കിൽ ഇങ്ങനെ ഊഞ്ചാല മാതിരി അഞ്ഞ ഇഞ്ഞ ആടുற ആക്ഷൻ, ചിലപ്പോൾ അഞ്ഞ ഓടുവാറ് ഇഞ്ഞ ഓടുവാറ്, ഇങ്ങനെയുള്ള സമ്പ്രദായം ഇതിനെ സംബന്ധിച്ച് 8 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പണ്ഡിതന്മാർ, ഇസ്ലാമിലെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിലെ പണ്ഡിതന്മാർ നമുക്ക് ചൊന്നു തന്ന് മനസ്സിലാക്കണം നല്ലപോലെ. മഹാനായ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ്, തഫ്സീർ ഖുർത്തുബി ഇസ്ലാമിൽ അവർ അറിയപ്പെട്ട തഫ്സീറാണ്, എല്ലാവരും അംഗീകരിക്കുന്ന തഫ്സീറാണ്. ബിദ്അത്തിനെതിരെ ശക്തമായി പോരാടിയ ഒരു മഹാനുഭാവനായിരിക്കുന്ന മഹാനായ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് ഹിജ്റ 600 വർഷത്തിൽ ജനിച്ച് 671 മരണപ്പെട്ട ആള്. മനസ്സിലാക്കണം, ഹിജ്റ 600 ജനിച്ച ആളാണ്. ഇപ്പൊ ഹിജ്റത്തിലെ 1445 അല്ലേ? ഇത് പുതിയ ഒരു ഹിജ്റ വർഷമാണ്. ഈ മുഹറം 1445 ഇത്. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് ഹിജ്റ 600 ജനിച്ചത്. അദ്ദേഹം മഹാനായ അബൂബക്കർ തുർത്തൂഷിയുടെ ചൊല്ലറെ, അബൂബക്കർ തുർത്തൂഷിയുടെ ചൊല്ലറെ മാലിക്കി മദ്ഹബിലെ പണ്ഡിതനായ മഹാനായ അബൂബക്കർ തുർത്തൂഷി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് ഒരു സംഭവം വിവരിക്കരുത്. അബൂബക്കർ തുർത്തൂഷി എന്ന വലിയ പണ്ഡിതനാണ്, ഹാഫിളാണ്.
വലിയ സൂക്ഷ്മതയുള്ള പണ്ഡിതനാണ്. അയാളിട്ട കുറച്ച് ആളുകൾ വന്നിട്ട് ഒരു സംശയം, ഒരു ഫത്വ കേക്കറ്. എന്താണ് ആ ഫത്വ? വേഗം ആ ഫത്വ അയാളുടെ കേക്കറ സംശയം ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. അതായത് മഹാനവറുകളെ ഉണ്ട് കുറെ ആളുകൾ ഇങ്ങനെ ചേർന്നിട്ട് ദിക്ർ നടത്താറ്. ആ ദിക്റിന്റെ സമയത്ത് അങ്ങ് ചെണ്ട കൊട്ടുറാറ്, കുറെ ഡാൻസ് കളിക്കാറ്, അതേപോലെ തന്നെ അഞ്ഞ ആടുറാറ്, കുറെ തരത്തിലുള്ള പേക്കൂത്തുകളും അതേപോലെ തന്നെ കുറെ കുജേഷ്ടുകളും എല്ലാം തന്നെ അങ്ങ് കാണിക്കാറ്. എന്നിട്ട് ആ ദിക്റിന്റെ ഇടയിൽ അങ്ങ് കുറെ ചീർണീണ്ട് ചെന്നിട്ട് കുറെ ഭക്ഷണ സാധനങ്ങളിലൊക്കെ വിതരണം ചെയ്യാറ്. ഇങ്ങനെയുള്ള പലതും ഇവരുടെ കൂട്ടത്തിലുണ്ട്. ഇതിനെ സംബന്ധിച്ച് എന്താണ് ഇങ്ങനെയുള്ള സദസ്സിൽ നമുക്ക് പോകാമോ? ഇതാണ് ചോദ്യം. നോക്കണം, ആരാട്ട് കേൾക്കുന്നത്? മഹാനായ അബൂബക്കർ തുർത്തൂശി റഹിമഹുല്ലാഹ്. അത് അദ്ദേഹം കൊടുക്കുന്ന മറുപടി ഞാൻ വേഗത്തിൽ ചൊന്നു പോകരുത്, അറബി വാക്ക് നമുക്കിവിടെ സമയമില്ല. അദ്ദേഹം ചൊല്ലു, മദ്ഹബു സൂഫിയ ബതാല വജഹാല വളലാല. ഇത് സൂഫിമാരുടെ ആശയമായിട്ടിക്കറ, ഇത് തോന്നിവാസമാണ്, ഇത് വിഡ്ഢിത്തമായിട്ടിക്കറ, ഇത് വഴികേടായിട്ടിക്കറ. കാരണം ഫമൽ ഇസ്ലാമു ഇല്ലാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലില്ലാ. ഇസ്ലാം ഉണ്ട് ചെന്നെങ്കിൽ അല്ലാഹുവിന്റെ കിതാബും റസൂലിന്റെ സുന്നത്തുമാണ്. ഇസ്ലാമും ചൊല്ലുന്നത് അതാണ്. അല്ലാഹുവിന്റെ റസൂൽ എന്തിനെ പഠിപ്പാട്ടി, അല്ലാഹുവിന്റെ കിതാബിൽ എന്തിനുണ്ട്, അതാണ്. അപ്പൊ ഈ സൂഫിമാർ കാണിക്കുന്നതെല്ലാം തോന്നിവാസമാണ്, തോന്നിവാസമായ നടപടിയാണ്. കാരണം ഇതാരാണ് ഉണ്ടാക്കിയത്? ഇതിനാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇതാദ്യമായി ഉണ്ടാക്കിയത് ആരും പിടിയുണ്ടോ? സാമിരിയുടെ ആളുകളാണ്. ഏത് സാമിരി? ഞാൻ ഇപ്പല്ല നിങ്ങളുടെ ആ സംഭവം ചെന്ന മൂസാ നബി അലൈഹി സ്വലാം കാലത്തുള്ള സാമിരിയുടെ ആളുകളാണ്. അതേപോലെ തന്നെ എപ്പോ ആ കറു പശുവിനെ, ആ കുട്ടി ആ കറുവിനങ്ങോ പൂജിക്കൊണ്ട് തുടങ്ങിയ സന്ദർഭത്തിൽ അതിരെ സുത്തവുമാണ്. അതിരെ ചുറ്റും അവരിങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നാറ്, ആടിക്കൊണ്ടിരുന്നാറ്, പാടിക്കൊണ്ടിരുന്നാറ്. ഇടത് ഭാഗത്തേക്ക് ചാഞ്ഞുകൊണ്ടും വലത് ഭാഗത്തേക്ക് ചാഞ്ഞുകൊണ്ടും മുമ്പോട്ട് ചാഞ്ഞുകൊണ്ടും ഇങ്ങനെ പല ആക്ഷനുകളിലെല്ലാം തന്നെ അവരാണ് അങ്ങനെ ഇബാദത്ത് എടുത്തുകൊണ്ടിരുന്നത്. ഫഹുവ ദീനുൽ കുഫാർ. ഇത് കാഫിരീങ്ങളുടെ ദീനാണ്. ഇത് ഗോപൂജകന്മാരുടെ ദീനായിട്ടിക്കറ്. പിടിയായിട്ടല്ലേ? ആരാണ്? ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പ് മാലിക്കി മദ്ഹബിൽ അഗ്രഗണ്യനായ പണ്ഡിതൻ ചൊല്ലുന്ന പഴക്കമാണിത്. ഇത് ഗോപൂജകന്മാരുടെ ദീനായിട്ടിക്കര ഈ സൂഫിമാർ ചെയ്യരുത്, കുഫാറുകളുടെ ദീനായിട്ടിക്കര. അതുകൊണ്ട് തന്നെ അല്ലാഹുവിലും ആഖിറത്തിലും വിശ്വസിക്കുന്നവർക്ക് അങ്ങളുമായിട്ട് കൂടുണുക പാടുള്ളതല്ല, സാധ്യമല്ല. ഇത് മാലിക് ഇമാമിന്റെ മദ്ഹബായിട്ടിക്കർ, ഇത് ഇമാം ഷാഫിയുടെ മദ്ഹബായിട്ടിക്കർ, അബൂ ഹനീഫയുടെ മദ്ഹബായിട്ടിക്കർ, അഹ്മദ് ഇബ്നു ഹംബലിന്റെ മദ്ഹബായിട്ടിക്കർ എന്ന് ചൊല്ലും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതാണ് സൂഫിസോട് ചൊല്ലുന്നത്. അത് ഇസ്ലാമുമായിട്ട് ബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാ ഇസ്ലാം ചെന്നെങ്കിൽ അള്ളാഹുവിൻ്റെ കിതാബായിട്ടിക്കരം, അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചറിയായിട്ടിക്കരം. നേരെ മറിച്ച് സൂഫീസോട് ചൊല്ലുന്നത് അതാരാണ് ഉണ്ടാക്കിയത്? ആദ്യമായി സാമിരിയുടെ ആളുകളായിട്ടിക്കറ്. ആരാണ് സാമിരിയോട് ചൊന്നെങ്കിൽ തൗഹീദിന്റെ ആളുകൾ. മൂസാ നബി അലൈഹി സ്വലാം വളർത്തിയെടുത്ത തൗഹീദിന്റെ ആളുകളെ തെറുത്തപ്പാട്ട് ശിർക്ക് പ്രചരിപ്പിച്ച ആൾ. ആ മനുഷ്യൻ്റെ അന്ത്യം വളരെ ദാരുണമായ നിലക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയം അല്ലാഹുവിൻ്റെ കിതാബ്, അവൻ്റെ പ്രവാചകൻ്റെ തിരുസുന്നത്ത്, അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുറുകെ പിടിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും وعن جميع المسلمين والمؤمنين أجمعين فاستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين نبينا وإمامنا وقدوتنا محمد بن عبد الله المبعوث رحمة للعالمين وعلى آله وأهل بيته وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد فيا أيها الناس اتقوا الله سبحانه وتعالى في السر والعلن وكونوا مع الصادقين. പരിശുദ്ധ സഹോദരങ്ങളെ, സഹോദരിമാരെ,
ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണുണ്ടു. എല്ലാവരോടും ഞാൻ കേട്ടുകൊള്ളുക, ശരിയായിരിക്കുന്ന അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ച് നിൽക്കുന്നതിന് വേണ്ടി അള്ളാഹു തന്നെ നമുക്കൊരു പ്രാർത്ഥന പഠിപ്പാട്ടിത്തണ്ട്. മനുഷ്യൻ തൗഹീദിൽ നിന്നിട്ട് ഒരിക്കലും തെറുതപ്പിപ്പോകാൻ പാടില്ല. അള്ളാഹു തആല ഹിദായത്ത് നൽകിയതിന് ശേഷം പിന്നീട് അതിൽ നിന്നിട്ട് വ്യതിചലിക്കര എന്നത് അത് വലിയ പാതകമാണ്, അപരാധമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു തന്നെ നമുക്കൊരു ദുആ പഠിപ്പാട്, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബേ, ഞങ്ങളെ നീ തെറുതപ്പാട്ടരുത്, ഞങ്ങളെ നീ സ്റ്റഡിയായിട്ട് ഈ ദീനിൽ ഉറപ്പിച്ച് നിർത്തണുണ്ടു. ഇങ്ങനെ പ്രാർത്ഥിക്കൊടുക്ക വേണ്ടി അള്ളാഹു കൽപ്പിക്കരുത്. ഈ പ്രാർത്ഥന എപ്പോഴും നമ്മളിൽ ഉണ്ടാകണം. ഇനി നമുക്ക് 2-3 കാര്യങ്ങൾ നിങ്ങളുടെ ചൊല്ലണുള്ളത്. ഒന്ന്, നമ്മുടെ പള്ളിയുടെ കലക്ഷനായിട്ടിക്കര്. ഈ പള്ളിക്ക് വേണ്ടിയുള്ള കലക്ഷൻ എല്ലാ വെള്ളിയാഴ്ചയും നാം നടത്തുക. ഉദാരമായ നിലയ്ക്ക് നിങ്ങൾ ധാരാളമായി സംഭാവന ചെയ്യണം. ഒരുപാട് ചെലവുകളൊക്കെ ഈ പള്ളിക്കുള്ളതാണ്. അദ്ദേഹം എല്ലാവർക്കും പിടിയുള്ള കാര്യമാണ്, പ്രത്യേകമായി അറിയിക്കേണ്ട ആവശ്യമില്ല. ഉദാരമായ നിലയ്ക്ക് സംഭാവന ചെയ്യണം. പിന്നീട് നമ്മുടെ ഒട്ടിക നിസ്കാരത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളായിട്ട് ഉസ്മാനാക്കാണ്ട് ചൊല്ലൊരാൾ പെട്ടെന്ന് അദ്ദേഹം കളിഞ്ഞവാറ മരണപ്പെട്ടു പോയി. അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി ഉണ്ട്. അദ്ദേഹം നമ്മൾ ഒട്ടികയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ആഖിറം പരലോക ജീവിതം അള്ളാഹു തആല വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ. അതേപോലെ തന്നെ AJ ഹോസ്പിറ്റലിൽ ഒരു സമീറുണ്ട് ചൊല്ലറ ഒരാളെ അഡ്മിറ്റാക്കിയത്. അതേപോലെ നമ്മുടെ മദ്രസിൽ പഠിക്കിற ഒരു വിദ്യാർത്ഥി, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി ആശുപത്രിയിൽ അഡ്മിറ്റാക്കിയത്. ഇവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി. അതേപോലെ വേറെയും കുറേ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടത്. അവരെ പേരെല്ലാം ചൊല്ലുകൊണ്ട് സമയമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രോഗികളുടെ രോഗം എത്രയും വേഗത്തിൽ അള്ളാഹു ശിഫിയാക്കി കൊടുക്കുമാറാകട്ടെ. വളരെ വേഗത്തിൽ അവർ സുരക്ഷിതരായ നിലക്ക് പൂർണ്ണമായ ആഫിയത്തോടെ ആരോഗ്യത്തോടെ അവരുടെ മാതാപിതാക്കൾക്ക് കൺകുളിർമയാകുവാനും അതേപോലെ തന്നെ അവരുടെ വീട്ടുകാർക്ക് നല്ല സുരക്ഷിതമായി വീട്ടിലെത്തിച്ചേരുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അവരുടെയും നമ്മുടെയും എല്ലാവിധത്തിലുള്ള ശാരീരികമായ മാനസികമായ രോഗങ്ങൾ അള്ളാഹു തആല ശിഫിയാക്കി കൊടുക്കുമാറാകട്ടെ. പിന്നീട് എല്ലാ ശനിയാഴ്ചയും ഇവിടെ അസറിന് ശേഷം പെണ്ണുങ്ങൾക്ക് ക്ലാസ് ഉണ്ട്. എല്ലാവരും ആ ക്ലാസ് ഉപയോഗപ്പെടുത്തണം. പിന്നീട് ദഅവാ കോഴ്സ് നമ്മുടെ ഇദാറുൽ ഖൈർ മദ്രസയിൽ പെണ്ണുങ്ങൾക്ക്, അതായത് 12 വർഷത്തിന് മേലെയുള്ള പെണ്ണുങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി ഒരു ക്ലാസ്, ഒരു ബാച്ച് തുടങ്ങിയത്, ഒരു ദഅവാ കോഴ്സ് പെണ്ണുങ്ങൾക്ക് തുടങ്ങിയത്. കാലത്തെ മോർണിംഗ് ബാച്ച്. ഇനി ഒരു ഈവനിങ് ബാച്ച് തുടങ്ങുന്നുണ്ടു. അത് ഇൻഷാ അല്ലാഹ് വളരെ അടുത്ത് തന്നെ തുടങ്ങരുത്. അപ്പോൾ അതുകൊണ്ട് 12 വർഷത്തിന് മേലെയുള്ള എല്ലാ പെണ്ണുങ്ങളും എന്താക്കണം, ഈ അവസരം ഉപയോഗപ്പെടുത്തണം. ആരും വിട്ടുപോകരുത്. കാരണം അള്ളാഹു ഒരു ദീന് പഠിച്ച് അതിനെ എങ്ങനെ ദഅവാ ചെയ്യണം അതുകൊണ്ടൊരു അവസരമാണ്. അതുകൊണ്ട് അതെല്ലാവരും ഉപയോഗപ്പെടുത്തണം. പിന്നീട് ചൊല്ലണുള്ളത് നമ്മുടെ SKSM ലേൺ ദ ഖുർആൻ ചൊല്ലുള്ള ഒരു പ്രോജക്റ്റ് മുമ്പോട്ട് വെച്ചിട്ട് അള്ളാഹുവിൻ്റെ കലാം പഠിക്കുന്നതിന് വേണ്ടി. അപ്പോൾ അതിലെ 12ാമത്തെ ഹന്തത്തിലെ ഒരു പ്രചാരണ അഭിയാനമായിട്ടിക്കര് നവംബർ 12 അതിലെ പരീക്ഷ നടക്കൊണ്ടും അത് ബഹുമാനമെല്ലാം നിശ്ചയിച്ചറാറ്. ഉംറ ട്രിപ്പും അതുപോലെ ഗോൾഡും അതെല്ലാം ബഹുമാനം മാത്രമല്ല, ബഹുമാനം നല്ലതാണ്, ആവശ്യമാണ്, പ്രൈസെല്ലാം കൊടുക്കരുത്, പ്രോത്സാഹിപ്പിക്കണു. അതിന് പുറമെ അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കണുള്ളൊരു അവസരമാണ്. ഈ പ്രാവശ്യം അസ്സാഫാത്ത്, സൂറ അസ്സാഫാത്ത്, സ്വാദ്, ഈ 2 അധ്യായങ്ങളാണ് പഠിക്കണുള്ളത്. അതിലെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അതേപോലെ തന്നെ കന്നഡ ട്രാൻസ്ലേഷൻ നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് കൗണ്ടർ തുടങ്ങിയിട്ടുണ്ട്. അവിടെ കിട്ടുക. അപ്പോൾ അത് വാങ്ങിയിട്ട് അത് പഠിക്കണം. എന്നിട്ട് ആ നവംബർ നടക്കുന്ന ആ പരീക്ഷയിൽ എല്ലാവരും എന്താക്കണം, കഴിവിൻ്റെ പരമാവധി അതിൽ ഭാഗഭാക്കാകണം. അള്ളാഹുവിൻ്റെ കലാം പഠിക്കണം. ഈ സന്ദർഭത്തിൽ നിങ്ങളോട് ആവശ്യപ്പെടുക. പിന്നീട് ഡ്രഗ്സിന് എതിരായിട്ട് ഒരു സാർവജനിക സഭ മുസ്ലിം ഐക്യതാ വേദിക്കയുടെ ഭാഗമായിട്ട് ഈ കുതിരവള്ളി ഉറുദു ശാലയിൽ വെച്ചിട്ട് നടക്കണമെന്ന് പോകും. ഈ ബണ്ടെ ഒലിമ്പോ താരീഖ് ബുധവാര ഒലിമ്പോ താരീഖ് പിന്നെ ഈവനിങ് 7:15 7:15 അവിടെ നടക്കണമെന്ന് പോകുന്ന ഒരു സാർവജനിക സഭയായിട്ടിക്കര്. പിന്നെ ഡ്രഗ് സംബന്ധമായി മയക്കുമരുന്ന് സംബന്ധമായി നാം കഴിഞ്ഞ ഒരു ഖുത്ബത്തിനെ ഞാനിവിടെ നടത്തിയത്. അത് വളരെ ആവശ്യമാണ്. ആണുങ്ങളും പെണ്ണുങ്ങൾക്ക് പ്രത്യേകമായ സൗകര്യമുണ്ട്. ആണുങ്ങളും പെണ്ണുങ്ങളും അവരുടെ മക്കളും എല്ലാം ആ പരിപാടിയിൽ ആ സഭയിൽ ഭാഗഭാക്കാകണം. നമ്മുടെ പിന്നെ മംഗലാപുരത്തെ പോലീസ് കമ്മീഷണർ അതിലേക്ക് ബണ്ട് ക്ലാസ് എടുക്കണു. അതേപോലെ തന്നെ മോട്ടിവേഷൻ ക്ലാസ് എല്ലാം അതിലെടുക്കൊണ്ടു.
ഇത് എല്ലാവരും ഉപയോഗപ്പെടുത്തണം, ആരും വിട്ടുപോകരുത്. നിങ്ങളും അതേപോലെ നിങ്ങളെ വീട്ടുകാരും നിങ്ങളെ മക്കളെയും കൂട്ടിക്കൊണ്ട് പോകണം. കാരണം അത്രമാത്രം അപകടകരമായ അവസ്ഥയിലേക്കാണ് ഈ ഡ്രഗ്സ് ചൊല്ലത് പോരുത്. ആർക്കും പിടിയാകുന്നില്ല, നമ്മുടെ മക്കളുടെ കയ്യിലേക്ക് പോലും അത് എത്ര ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവർക്കെല്ലാം ഒരു ജാഗൃതി ഉണ്ടാക്കണം, ഒരു അവബോധം ഉണ്ടാക്കണം. ഈ ക്ലാസ് ഉപകരിക്കും. അതുകൊണ്ട് ഈ ക്ലാസ്സിലെല്ലാവരും ഭാഗഭാക്കാകണം, കേട്ടുകൊള്ളരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം നന്മകൾ ചെയ്യുവാനും അത് പ്രചരിപ്പിക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. കണ്ണിന് കുളിർമ നൽകുന്ന സാലിഹീങ്ങളായ കുടുംബം, സാലിഹീങ്ങളായ ഇണകൾ, സാലിഹീങ്ങളായ മക്കൾ അല്ലാഹു തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നല്ല ബുദ്ധിയുള്ള, തൻ്റെ ഇടമുള്ള, എവിടെ പോയാലും നല്ല ബുദ്ധിയും പക്വതയുമുള്ള നല്ല സ്വഭാവക്കാരായ മക്കളെ, കുടുംബത്തെ അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.